നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വായനാ പക്ഷാചരണം ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണം 17ാം ദിവസം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. സഹൃദയ കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. കവി സുനിൽ മുക്കാട്ടുകര ബഷീറിനെ വായിക്കുമ്പോൾ ഭാഷ, ശൈലി, കാൽപ്പനികത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി അനുസ്മരണ പ്രഭാഷണം നടത്തി. വായന ഉള്ളിടത്തോളം കാലം ബഷീർ സാഹിത്യം വായിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. പല കാലങ്ങളിലും വ്യത്യസ്ത വായന അനുഭവം സമ്മാനിക്കുന്നവയാണ് ബഷീർ രചനകൾ. നാടൻ ഭാഷാ ശൈലിയും നർമ്മത്തിൽ പൊതിഞ്ഞ എഴുത്തും ബഷീർ കഥാപാത്രങ്ങളെ കുട്ടികൾക്കുൾപ്പെടെ കൂടുതൽ സുപരിചിതരാക്കി. സാധാരണക്കാരന്റെ ഭാഷയിലൂടെ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്ന വൈഭവമാണ് ബഷീർ കൃതികളെ വ്യത്യസ്തമാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്രമായ ജീവിതാനുഭവങ്ങളാണ് ബഷീർ കൃതികളുടെ മറ്റൊരു സവിശേഷതയെന്നും പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത വാക്കുകൾക്ക് പോലും അർത്ഥം നൽകി വായനക്കാരെ പുതിയ ലോകത്തെത്തിക്കുന്ന ബഷീറിന്റെ വേറിട്ട ശൈലി എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മദനമോഹനൻ അഭിപ്രായപ്പെട്ടു. അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ N. സതീഷ് കുമാർ അധ്യക്ഷനായി. അയ്യന്തോൾ ഗവൺമെന്റ് HSS പ്രിൻസിപ്പൽ ഇൻചാർജ് MD രജനി, VHSC പ്രിൻസിപ്പൽ ഡോക്ടർ സിജി എന്നിവർ സംസാരിച്ചു. +2 സയൻസ് വിദ്യാർത്ഥികളായ KL ആര്യ കവിതാലാപനവും ക്രിസ് മരിയ മോൻസി പ്രഭാഷണവും നടത്തി. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 മുതൽ IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണം നടത്തുന്നത്. വായനാ പക്ഷാചരണം 17ാം ദിവസം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ബഷീർ എന്ന സാഹിത്യകാരനെയും അദ്ദേഹത്തിന്റെ കഥകളെയും പരിചയപ്പെടുത്തി EK രാജലക്ഷ്മി, പാർവതി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ ബഷീർ കഥയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പന്തല്ലൂർ ജനത UP സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, കൊടകര ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വായനക്കാർ എന്നിവർ പങ്കെടുത്തു. അല്ലെ, ബഷീറിന് ഇത്രയൊക്കെ പഠിപ്പുണ്ടായിരുന്നു. പക്ഷെ ബഷീറിന്റെ മനസ്സിന് അല്ലെങ്കിൽ ചിന്തയ്ക്കുള്ള വലിപ്പം നമുക്ക് ഉണ്ടായിട്ടില്ല. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്ന് ഇലഞ്ഞി മരത്തണലിൽ ഒത്തുകൂടി. പ്രധാന അധ്യാപകൻ T. അനിൽകുമാർ കഥാപാത്രങ്ങളുമായി സംവദിച്ചു. തുടർന്ന് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെൻലിയ തെരേസ ബഷീറിന്റെ ജീവചരിത്രത്തെക്കുറിച്ച് അവതരിപ്പിച്ചു. 80കളുടെ നിറവിലെത്തിയ ബാല്യകാല സഖിയുടെ വായനാക്കുറിപ്പ് PN നിഖില അവതരിപ്പിച്ചു. അധ്യാപകരായ ബിന്ദു G. കുട്ടി, CC പ്രിയ, മിലി ആന്റണി, P. രമ്യ, PM ആര്യപ്രിയ എന്നിവർ നേതൃത്വം നൽകി. കൊടകര അഴകം യുവജന സംഘം വായനശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകൻ സിദ്ധാർത്ഥൻ ഐനിക്കൽ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊടകര ടീച്ചേഴ്സ് സൊസൈറ്റി സെക്രട്ടറി ജ്യോതിലക്ഷ്മി ബഷീറിന്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചു. അനുസ്മരണ പരിപാടിയിൽ വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ സ്വാഗതവും വായനശാല കമ്മിറ്റി അംഗം കുമാരി നന്ദിയും അറിയിച്ചു. ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണമാണ്. എന്നും എഴുത്തുകളിലെ ഒരു വേറിട്ട സമീപനം, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ശൈലി തന്നെ ഒരു വേറിട്ട സമീപനം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 2021-24 ബാച്ച് ബിരുദ വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ ബിരുദദാനം നടത്തി.
ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് കെയിൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ആന്റോ വട്ടോലി, വിവിധ വകുപ്പ് അധ്യക്ഷന്മാർ എന്നിവർ സംബന്ധിച്ചു. കുട്ടി എന്ത് ഫലപ്രാപ്തിയാണ് നേടേണ്ടത് എന്ന് രേഖപ്പെടുത്തുന്നു. ഈ ഫലപ്രാപ്തി രേഖപ്പെടുത്തുന്ന കരിക്കുലം സിലബസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ മാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇത് ലെക്ചർ ക്ലാസ് ഏതൊക്കെയാണ്, പ്രാക്ടിക്കൽ ക്ലാസ് ഏതൊക്കെയാണ്. പേരാമ്പ്ര ഡ്രീം സിറ്റി എന്ന പേരിൽ പ്രവർത്തിച്ചുവരുന്ന ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ശനിയാഴ്ച നടക്കുമെന്നും സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഭാഗമായി ഈ വർഷം 3 ലക്ഷത്തോളം രൂപയുടെ സേവന പ്രവർത്തനങ്ങളും പ്രഖ്യാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൈത്താങ് സഹായ പദ്ധതി പ്രകാരം അവശത അനുഭവിക്കുന്ന 10 പേർക്ക് മാസം 2000 രൂപ, വൃക്ക രോഗികൾക്ക് 1 വർഷത്തേക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായം, അർബുദബാധിതയായ കുട്ടിക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയാണ് ക്ലബ്ബ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ടി ജോണി, സെക്രട്ടറി ടി കെ മാത്യു, കെ ഒ വർഗീസ്, പി ഡി ജോൺസ്, ജോയ്സൺ കിരിയത്ത് എന്നിവർ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വെച്ച് പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഞങ്ങളൊരു 3 ലക്ഷം രൂപയുടെ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ചാരിറ്റി പ്രവർത്തനം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്യുന്നതിന് 2 പേർക്ക് 1 കൊല്ലക്കാലം കിറ്റ് കൊടുക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അർബുദം ബാധിച്ച കുട്ടികൾക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കാനായിട്ട് ഞങ്ങൾ ആ ഇൻഡക്ഷനിൽ വെച്ചിട്ട് അടുത്ത വർഷത്തെ പരിപാടികളെക്കുറിച്ച് നമ്മൾ തീരുമാനിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഡയാലിസിനുള്ള സപ്പോർട്ടിങ്, അതിൻ്റെ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഈ കൈത്താങ് പരിപാടി എന്ന് പറയുന്നത് ഒരു നിർധനരായൊരു വ്യക്തി വീടിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വീട്ടുകാർക്ക് ആ വീട്ടിൻ്റെ ചെലവിലേക്ക് ആയിക്കൊണ്ട് 2000 രൂപ വീതം എല്ലാ മാസം കൊടുക്കുന്ന പരിപാടിയാണ്. തൃശൂർ ജില്ലയിലെ മാടക്കത്ര പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. 14-ാം വാർഡിലെ കട്ടിലപ്പൂവത്ത് ബാബു വെളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലെ പന്നികളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പന്നികളെ കള്ളിംഗ് ചെയ്ത് മറവു ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഫാമിലെ 310 പന്നികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുന്നത്. രാവിലെ മുതൽ ഡോക്ടർമാർ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അറ്റൻഡർമാർ എന്നിവരടങ്ങുന്ന RRT സംഘം കള്ളിംഗ് പ്രക്രിയ നടപ്പാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. ഇതിനുശേഷം പ്രാഥമിക അണുനശീകരണവും നടത്തും. ഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ സഹകരണത്തോടെ ദന്ത സംരക്ഷണ ബോധവൽക്കരണവും ദന്തപരിശോധനയും നടത്തി. കോട്ടാറ്റ് സെന്റ് ആന്റണി CHS സ്കൂളിൽ നടന്ന ചടങ്ങ് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ R. ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ്, സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ, ട്രഷറർ സജിലേഷ് ബാലൻ, അഡ്വക്കേറ്റ് സുനിലൻ, അനീഷ് കുഞ്ഞപ്പൻ, ജെയ്സൺ ചാക്കോ, സിസ്റ്റർ ജോളി റോസ്, ഡോക്ടർ ജെസ്ലിൻ എന്നിവർ സംസാരിച്ചു. ജൂലൈ 1 മുതൽ അടുത്ത ജൂൺ 30 നമ്മുടെ മഴ തരാനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് തന്നെ നമുക്ക് വായൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നല്ല, കാരണം സ്കൂളിലിരിക്കുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വായിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ദന്തക്ഷയത്തെ ചെറുക്കാൻ പറ്റും. BJP ജില്ലാ പ്രസിഡന്റിനു നേരെ പോലീസ് കള്ളക്കേസ് എടുത്തുവെന്നാരോപിച്ച് BJP കൊരട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം KA സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി TS മുകേഷ്, SC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി VC സിജു, മണ്ഡലം നേതാക്കളായ സിന്ധു ഉണ്ണികൃഷ്ണൻ, ജിനി മനോജ്, ബിജു വട്ലായി, TD പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനും ബഹുമാന്യനുമായിട്ടുള്ള തൃശൂർ ജില്ലയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തൃശൂരിലെ ഒരു DYSP 107-ാം വകുപ്പ് ചുമത്തിയിരിക്കുകയാണ്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ദുരിതത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് ആശ്വാസമായി. പേരാമ്പ്ര വീട്ടിൽ
സുബ്രഹ്മണ്യന്റെയും ലളിതയുടെ മകൻ ദീപു വാഹന അപകടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. മരണത്തിന്റെ നഷ്ടപരിഹാരമായി 12 ലക്ഷം രൂപ കോടതി വിധിച്ചിരുന്നു. തങ്ങളുടെ എല്ലാമായ മകൻ അപകടത്തിൽപ്പെട്ട് മരിച്ചതിനുശേഷം അവസാനം കേസിന്റെ ഭാഗമായി ലഭിച്ച ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ ഇവർക്ക് കഴിയാതെ വരികയായിരുന്നു. അവകാശികളായി വീട്ടുകാരെ കണ്ടെത്താൻ കഴിയാതെ തൃശൂരുള്ള അഡ്വക്കേറ്റ് രാജഗോപാൽ ആഴ്ചകളായി ഇവരെ അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം ചാലക്കുടി നഗരസഭാ ചെയർമാനുമായി ബന്ധപ്പെട്ടു. പോട്ടയിലാണ് ഇവർ ആദ്യം താമസിച്ചിരുന്നത് എന്ന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പോട്ടയിലെയും സമീപ വാർഡുകളിലെയും കൌൺസിലർമാർ അന്വേഷണം നടത്തിയിട്ടും വീട്ടുകാരെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ വ്യാഴാഴ്ച രാവിലെ ചെയർമാൻ എബി ജോർജ് സുബ്രഹ്മണ്യനെയും ഭാര്യ ലളിതയെയും ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. വീഡിയോ വൈറലായതോടെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും ഇപ്പോൾ മേലൂർ പഞ്ചായത്തിലെ അടിച്ചിലി കയ്യാണിക്കടവിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് ഡിവിഷൻ മെമ്പറും ചെയർമാനെ അറിയിച്ചു. ഇതിനു പുറമെ ലളിത ജോലി ചെയ്യുന്ന വീടിന്റെ ഉടമസ്ഥൻ കൂടിയായ അഡ്വക്കേറ്റ് സുനിലും ചെയർമാനെ വിളിച്ച് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും കൂടി ചെയർമാൻ എബി ജോർജിന്റെ അടുത്ത് വന്നു. മരണപ്പെട്ട മകൻ ദീപുവിന്റെ 2 മക്കളെയും കൂട്ടി സുബ്രഹ്മണ്യനും ഭാര്യ ലളിതയും അടിച്ചിലിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. മേലൂർ പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചെങ്കിലും ആദ്യഘട്ട നിർമ്മാണത്തിനുള്ള പണം പോലും ഇല്ലാതെ ദുരിതത്തിൽ കഴിയുകയായിരുന്നു. മകനായി ഉണ്ടാക്കി തന്നെ പണം ഉപയോഗിച്ച് കയറിക്കിടക്കാൻ ഇവർക്കൊരു സ്വന്തമായി വീടൊരുക്കാൻ ഇൻഷുറൻസ് തുക കൊണ്ട് സാധിക്കും. ഇവരുടെ മൊബൈൽ പോയതോടെ ഇവരെ ബന്ധപ്പെടാൻ അഡ്വക്കേറ്റിന് സാധിക്കാതെ വന്നതും ഇവർ പോട്ടയിൽ നിന്ന് താമസം മാറ്റിയതും തിരിച്ചറിയാൻ വൈകുന്നതിന് കാരണമായി. നഗരസഭയിലെത്തിയ 2 പേരെയും തൃശൂരിലുള്ള അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് ചെയർമാൻ എബി ജോർജും മറ്റുള്ള കൌൺസിലർമാരും ചേർന്ന് പറഞ്ഞയക്കുകയായിരുന്നു. മകൻ നഷ്ടമായതിന് പകരമാകില്ല ഇൻഷുറൻസ് തുകയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ തുക അവർക്ക് വലിയ പുണ്യമായി. കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും നിറകണ്ണുകളോടെ സുബ്രഹ്മണ്യനും ലളിതയും നന്ദി പറഞ്ഞു. കുറച്ച് ദിവസമായി തൃശ്ശൂർ അഡ്വക്കേറ്റ് രാജഗോപാലിൻ്റെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെടുകയുണ്ടായി. 2 പേര്, അതായത് നമ്മുടെ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ലളിതയും, അവരുടെ കുട്ടി മരിച്ചതിൻ്റെ ഒരു കേസ്, MSCT കേസ് തൃശ്ശൂർ ഈ അഡ്വക്കേറ്റ് രാജഗോപാലിൻ്റെ ഓഫീസിൽ ഫയൽ ചെയ്തിരുന്നു. അതിനുശേഷം 8 വർഷമായിട്ട് ഇവരെ ഒരു ബന്ധവുമില്ലാതെ കിടക്കുമായിരുന്നു. ഇവരെ ഫോൺ നമ്പർ മാറിപ്പോയി. അവർക്ക് ഇവരുമായി ബന്ധപ്പെടാനായിട്ടൊരു സൗകര്യമില്ലാതെ വന്നു. അങ്ങനെ ഒരു 10 ദിവസം മുമ്പാണ് എന്നെ ബന്ധപ്പെട്ടത്. 10 ദിവസം ഞാൻ കോട്ട എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ചത്. ഞാൻ കോട്ടയിലുള്ള കൗൺസിലർമാരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടു. ഒരു റെസ്പോൺസും ഇല്ലാതെ ആയപ്പോൾ ഇന്നലെ രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തതാണ്. തൃക്കൂർ വെള്ളാനിക്കോട് പുളിഞ്ചുവട് ഇരുമ്പ് തോട്ടികൊണ്ട് കടച്ചക്ക പറിക്കുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് വയോധിക മരിച്ചു. പുളിഞ്ചുവട് എടത്തിരുത്തിക്കാരൻ അന്തോണയുടെ ഭാര്യ 65 വയസ്സുള്ള സെലീനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് സെലീനയെ ഷോക്കേറ്റ നിലയിൽ കണ്ടത്. സമീപത്തെ പറമ്പിൽ നിന്ന് കടച്ചക്ക പറിക്കുന്നതിനിടയിലാണ് അപകടം. സമീപത്ത് താമസിക്കുന്ന മക്കളാണ് ആദ്യം കണ്ടത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6700 രൂപ, പവന് 53,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. വായനാ പക്ഷാചരണം, ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു.
വായനാ പക്ഷാചരണം 17ാം ദിവസം കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. സഹൃദയ കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.